ഭയങ്കരമായിട്ട് വയറുള്ള ആളായിരുന്നു ഞാന്. ആ, നല്ലൊരു മാറ്റമായിട്ടുണ്ട് ഈ ജീൻസ്. എനിക്ക് സിബ് ഇടാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇപ്പൊ എനിക്ക് സിബ് ഇടാം. റെഡിയായി എന്നല്ല, പക്ഷെ എനിക്ക് സിബ് ഇട്ട് ഇത് മാനേജബിൾ ആയി ഈ ജീൻസ്. കൈ ഇങ്ങനെ കാണിച്ചേ. അപ്പൊ ഇനി പറയാ ബെല്ലി സൈസ് റിഡക്ഷൻ പോസിബിൾ ആണെന്ന് മനസ്സിലായില്ലേ? എനിക്ക് മഞ്ജുവിന്റെ കാര്യത്തിൽ ഫസ്റ്റ് മഞ്ജു ഇങ്ങനെ എന്താണ് ഫിറ്റ്നസ് ഗോൾ എന്ന് ചോദിച്ചപ്പോൾ എനിക്ക് വയറ് കുറയണം, വയറ് കുറയണം, 5 പ്രാവശ്യം എടുത്ത് പറഞ്ഞു അല്ലേ? അതെ അതെ. ഓക്കെ, അപ്പൊ മഞ്ജുവിന് എന്തെങ്കിലും ഒരു ചേഞ്ച് വന്ന് കാണണം എന്ന് എനിക്ക് എല്ലാവർക്കും വരണം എന്ന് എനിക്ക് നല്ല ആഗ്രഹമുണ്ട്. സ്റ്റിൽ മഞ്ജുവിന് ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടാവോ എന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. കൺഫ്യൂഷൻ മീൻസ് ഞാൻ ഇതിന് മുന്നേ പക്ഷെ അതൊന്നും ജോയിൻ ചെയ്തതൊന്നും വയറിന് വേണ്ടി പിലാറ്റിസ് അങ്ങനെ ഫോക്കസ് ചെയ്തിട്ടുള്ള ഒരു ജിമ്മിലായിരുന്നില്ല. ഒരു ഗ്രൂപ്പിന്റെ കൂടെ ചേർന്ന് അത് എനിക്ക് വേണ്ടി മാത്രം അവർക്ക് ഫുൾ ബോഡി ഒന്നും ചെയ്തു തരാൻ സാധിക്കില്ലല്ലോ. അപ്പൊ ആ ഗ്രൂപ്പിൽ ഇപ്പൊ ലെഗ് ആണെങ്കിൽ ലെഗിന്റെ കൂട്ടത്തിൽ ചെയ്യണം, അങ്ങനെയല്ലേ നമ്മൾ വരുന്നത്. അല്ലെങ്കിൽ എയറോബിക്സ് ആയിരിക്കും, സൂംബ ആയിരിക്കും. എന്റെ പ്രശ്നം ഫോക്കസ് ചെയ്തിട്ട് ഒരു ക്ലാസ് എനിക്ക് അവിടെ കിട്ടുന്നില്ല. ഞാനിവിടെ ലൈവ് സെക്ഷനിലെ ജിമ്മിലൊക്കെ നേരിട്ട് പോയപ്പോഴും ഒക്കെ ഞാൻ നേരിട്ടുന്ന ഒരു പ്രശ്നം അതാണ്. ഞാൻ അത്ര വണ്ണൊക്കെ എന്റെ കൈയും കാലൊക്കെ മെലിഞ്ഞിട്ടാണ്. എനിക്ക് അങ്ങനെ മെലിയേണ്ട ആവശ്യമുള്ള ആളും അല്ല. അപ്പൊ അതുകൊണ്ടാണ് ഞാനും ഷെറിനും ഇതിൽ വന്ന് ജോയിൻ ചെയ്യുന്നത്. അതുകൊണ്ടായിരിക്കാം എനിക്ക് ഒരു ഇത് കുറയൂല എന്നൊരു തോന്നലായിരുന്നു. കാരണം 10 വർഷമായി ഞാൻ മോനെ ചെറിയ ആളെ ഡെലിവറി കഴിഞ്ഞിട്ട്. പിന്നെ എനിക്ക് 47 വയസ്സുമായി. അപ്പൊ ഇനി ഇത് മാറില്ല എന്നൊരു ഇതങ്ങനെ ഇതായി പോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാനിങ്ങനെ എടുത്തെടുത്ത് ഇത് കുറയോ എന്നിങ്ങനെ ചോദിച്ചിരുന്നേ. അതാണ് ഫസ്റ്റ് മൈൻഡ് സെറ്റിൽ നമ്മൾ ആ ചേഞ്ച് ബിലീവ് ചെയ്യണം, നമുക്കത് ചേഞ്ച് ചെയ്യാൻ പറ്റുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് മൈൻഡ് ചേഞ്ച് ചെയ്യണം. ഓൾറെഡി നിങ്ങൾ അങ്ങനെ ഒരു ബെല്ലി സൈസ് നിങ്ങൾ അച്ചീവ് ചെയ്തിട്ടുണ്ടെന്നുള്ള രീതിയിൽ തന്നെ ഇനിയും നിങ്ങൾ എത്ര ട്രസ്റ്റ് ചെയ്യുന്നോ അത്രയും നിങ്ങൾക്ക് ഇനിയും കൂടുതൽ നല്ല റിസൾട്ട്സ് കിട്ടും.